ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു റെസിപ്പിയിലെ നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1.5 കിലോ വെജിറ്റബിൾ ചെറിയൊരു കനത്തിൽ നീളത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം കഴുകി വാരി ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ഒരു പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടേ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാനേ. ഇത് കുറച്ച് തിങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറ്റിയെടുത്തിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പിലയും ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 20ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാവേ. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പച്ചക്കറിയൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് മിക്സാക്കി കൊടുത്തിരുന്നു. അത് വീഡിയോയിൽ കാണിച്ചില്ല എന്നുള്ളേ. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെജിറ്റബിൾ കൊണ്ട് തന്നെയല്ലേ ആ ഒരു തേങ്ങ ഒന്ന് കവർ ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം കേട്ടോ. ആ ഒരു തേങ്ങയുടെ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതേപോലെ ഒരു പച്ചക്കറിയൊക്കെ ഇട്ട് ആ ഒരു തേങ്ങ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടേ ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാവേ. ആ ഒരു തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ആവി കയറി തേങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വീണ്ടും മിക്സാക്കി എടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ചെറിയൊരു അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു അവിയലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടെ. നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളൊരു അവിയലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.